നമസ്കാരം. ക്യാമ്പസുകളിലെ ലഹരി നിയന്ത്രിക്കാൻ വേണ്ടത് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസിനെ പോലുള്ളവരുടെ നിശ്ചയദാർഢ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നും വിചാരിക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്തരത്തിലായിരുന്നു. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ അതിരുവിട്ട ലഹരി ഉപയോഗം തടയാൻ മുൻകൈയെടുത്തത് ഈ അധ്യാപകനാണ്. പോലീസിന് അദ്ദേഹം രേഖാമൂലം പരാതി നൽകി. ഹോളി നമ്മൾക്ക് പൊളിക്കണം. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഹോളി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞായിരുന്നു ഈ ഇടപെടൽ. 12-ന് രേഖാമൂലം പ്രിൻസിപ്പൽ പരാതി നൽകി. അടുത്ത ദിവസം രാത്രി റെയ്ഡും നടന്നു. എല്ലാം അതീവ രഹസ്യമായിരുന്നു. അധ്യാപകരിലെ ഇടതു സംഘടനാ നേതാക്കൾ പോലും ഈ സർജിക്കൽ സ്ട്രൈക്ക് അറിഞ്ഞില്ല എന്നതാണ് സത്യം. അത്രത്തോളം അതീവ രഹസ്യമായിരുന്നു ഹോസ്റ്റലിൽ പോലീസ് കടന്നത്. സ്റ്റെയർ കേസിലൂടെ മുകളിലെ മുറിയിലെത്തി. വിവാദമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം തന്നെ വീഡിയോയിൽ പകർത്തി. ഒപ്പം കായംകുളത്തെ MLA പ്രതിഭ ഹരി ഉയർത്തിയ വിവാദം മനസ്സിലുള്ളതുകൊണ്ട് എല്ലാവരുടെയും മെഡിക്കലും എടുത്തു. അങ്ങനെ പഴുതടച്ചാണ് പോലീസ് നീക്കം നടത്തിയത്. ആരും ഓടിപ്പോയില്ല എന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നതും ഇതേ തെളിവുകളുടെ കരുത്തിൽ തന്നെയാണ്. ഹോളി ആഘോഷത്തിന് ലഹരി എത്തിക്കാൻ തീരുമാനിക്കുന്നതോടെയാണ് കഞ്ചാവിലേക്ക് പോളിടെക്നിക്കിലെ പെരിയാർ ഹോസ്റ്റലുകാർ എത്തുന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞു ഇതെല്ലാം. പണവും വിശദാംശങ്ങളും എല്ലാം തന്നെ ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇത് ചില കുട്ടികളിൽ നിന്നും കോളേജ് അധികൃതർ തിരിച്ചറിഞ്ഞു. ഇത്തരം ആഘോഷങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവായതുകൊണ്ട് കോളേജ് അധികൃതർ അനുമതി നൽകാറില്ല. ഇവിടെയും വിദ്യാർത്ഥികൾ സ്വയം തീരുമാനിച്ചു. ഇത് പോലീസിനെ യഥാസമയം അറിയിച്ചെടുത്താണ് പ്രിൻസിപ്പൽ മാതൃകയാകുന്നത്. പല കോളേജുകളിലെയും അധ്യാപക സംഘടനകൾ ഇതിനെയെല്ലാം എതിർക്കും. രാഷ്ട്രീയം കാരണമാണിത്. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിൽ എല്ലാം അതീവ രഹസ്യവുമായിരുന്നു. പോളിടെക്നിക് പരിസരം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന സൂചനയുള്ളതുകൊണ്ട് എല്ലാം വിശദമായി തന്നെ പ്രിൻസിപ്പൽ മനസ്സിലാക്കി. ഹോളി ആഘോഷമുണ്ട് എന്ന് അറിഞ്ഞതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് ടീം അലർട്ടാക്കിയതും പ്രിൻസിപ്പൽ തന്നെയാണ്. ഹോളി ദിവസം ലഹരി മരുന്ന് ഉപയോഗം ഉണ്ടാകുമെന്ന് കൊച്ചി DCPക്ക് പ്രിൻസിപ്പൽ നൽകിയ കത്തും പുറത്തു വന്നിട്ടുണ്ട്. ക്യാമ്പസിന് അകത്തും പുറത്തും നിരീക്ഷണം ശക്തമാക്കണമെന്ന് പ്രിൻസിപ്പൽ കത്തിൽ ആവശ്യപ്പെട്ടു. ബുധനാഴ്ചയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് കത്തു നൽകിയത്. വെള്ളിയാഴ്ച ഉച്ച മുതൽ ഹോളി ആഘോഷിക്കുവാൻ കോളേജിലെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചതായി കത്തിൽ പറയുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടാകുമെന്ന് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരമുണ്ട്. വിദ്യാർത്ഥികൾ പണപ്പിരിവ് നടത്തുന്നുണ്ട്. അതിനാൽ ക്യാമ്പസിനുള്ളിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകണം. നിരീക്ഷണം ശക്തമാക്കണം. ക്യാമ്പസിന് പുറത്തും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും ലഹരി ഉപയോഗത്തിനെതിരെ ഇടപെടൽ നടത്തണമെന്നുമാണ് കത്തിലെ ഉള്ളടക്കം. പോളിടെക്നിക്കിന്റെ പെരിയാർ ഹോസ്റ്റലിലെ ചിലരുടെ നേതൃത്വത്തിൽ കഞ്ചാവ് പിരിവ് തുടങ്ങിയതും നിർണായകമായി. പിരിവ് എളുപ്പമാക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി. കഞ്ചാവിന്റെ ചില്ലറ വിൽപ്പനയ്ക്ക് വിലയുമിട്ടു. 5 ഗ്രാമിന്റെ പൊതിക്ക് 500 രൂപ. മുൻപും കഞ്ചാവ് വലിച്ചിട്ടുള്ളവർ ഷെയർ ഇടാൻ തുടങ്ങി. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് വിവര ചോർച്ച. ഈ ഗ്രൂപ്പിനെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം നിരീക്ഷിച്ചു. പോലീസ് ഈ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞുകയറി ചാറ്റുകൾ ചോർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ വില്ലന്മാരെ തിരിച്ചറിഞ്ഞു. എപ്പോൾ ഏതു മുറിയിൽ കഞ്ചാവ് എത്തും എന്നുവരെ സന്ദേശങ്ങൾ വ്യക്തമാണ്. കഞ്ചാവ് പൊതി എവിടെ നിന്ന് എങ്ങനെ എത്തുന്നു എന്ന വിവരത്തിനായി കാത്തുനിന്നു. G11 മുറിയിൽ കഞ്ചാവ് വന്നെന്നുള്ള വിവരം വ്യാഴാഴ്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു. ആ മുറിയിലെ താമസക്കാരനായ M ആകാശാണ് 2 കിലോയോളം വരുന്ന പൊതി സൂക്ഷിക്കുന്നതെന്നും ചില്ലറ വിൽപ്പന നടത്തുന്നതെന്നും വ്യക്തമായി. ഇതിന് പിന്നിലുള്ളവരെയും മനസ്സിലാക്കി. സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘവും ഓപ്പറേഷൻ തീരുമാനിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് മുൻകരുതൽ എടുക്കാതെ ക്യാമ്പസിൽ കയറിയാൽ വിവാദം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഡാൻസ് ഓഫ് സംഘം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പലിന്റെ രേഖാമൂലമുള്ള അനുമതി വാങ്ങി. രാത്രിയാണ് റെയ്ഡ് എന്നതുകൊണ്ട് ഭാവിയിൽ മറ്റ് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റെയ്ഡിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോയിൽ ചിത്രീകരിച്ചു. പ്രിൻസിപ്പലിന്റെ രേഖാമൂലമുള്ള പരാതി കാരണം നടപടികൾ എളുപ്പമാവുകയും ചെയ്തു. ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ചെടുത്തതിൽ വിശദീകരണവുമായി പോളിടെക്നിക് പ്രിൻസിപ്പൽ ഐജു തോമസ് രംഗത്ത് വന്നു. പോലീസും എക്സൈസും നിരന്തരം കോളേജുമായി ബന്ധപ്പെട്ടിരുന്നു. ആഘോഷങ്ങളിൽ ലഹരി സാന്നിധ്യം പ്രതീക്ഷിക്കാറുണ്ടായിരുന്നതിനാൽ ആഘോഷ ദിവസങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും എല്ലാവരും ലഹരിക്കെതിരെ സഹകരിക്കാറുണ്ടെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി.
ഹോസ്റ്റലിൽ 2 ട്യൂട്ടേഴ്സ് ഉണ്ട്. അവർ കുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നുമുണ്ട്. പരിശോധന ഒറ്റപ്പെട്ട സംഭവമല്ല, നടക്കാനിരിക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയതാണ്. വിദ്യാർത്ഥി സംഘടനകളും യൂണിയനും ഒക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഒരു വിദ്യാർത്ഥിയെ പിടിച്ചെന്ന് കരുതി അതിൽ സംഘടനകൾക്കും യൂണിയനും ഒന്നും ബന്ധമില്ല. 6 മാസമായി ഇവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൊച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ക്യാമ്പസിനും ഉണ്ടാകുമല്ലോ. ലഹരി വസ്തുക്കളുടെ ലഭ്യതയെക്കുറിച്ചൊന്നും ധാരണയില്ല. ആഘോഷങ്ങൾക്കെല്ലാം ലഹരിയുടെ സാന്നിധ്യത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പോലീസിനെ അറിയിക്കും. ഇത്തരം റെയ്ഡുകളെ വിദ്യാർത്ഥി സംഘടനകളും യൂണിയനുകളും ഒക്കെ അനുകൂലിക്കും. നിലവിൽ ഒരു കുട്ടി അതിൽ പെട്ടുപോയി. അതിനെ അങ്ങനെ കണ്ടാൽ മതി, വിദ്യാർത്ഥി നേതാവെന്നൊന്നും കാണണ്ട. ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടാണ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തിയത്. നാളെ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യാനുള്ള കഞ്ചാവ് ഇന്ന് തന്നെ പിടിച്ചെടുത്തില്ല. 9 മണിക്ക് റെയ്ഡ് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. റെയ്ഡ് ഉണ്ടാകുമെന്ന് നിരന്തരം പോലീസ് അറിയിച്ചിരുന്നുവെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2 കിലോയോളം കഞ്ചാവാണ് പോളിടെക്നിക്കിലെ ബോയ്സ് ഹോസ്റ്റലിൽ നടന്ന പരിശോധനയിൽ പോലീസ് പിടികൂടിയത്. SFI യൂണിയൻ ജനറൽ സെക്രട്ടറി കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പിടികൂടിയിരുന്നു. ഇതിൽ അഭിരാജനും ആദിത്യനും ജാമ്യം ലഭിച്ചു. രാത്രി മുതൽ ആരംഭിച്ച റെയ്ഡ് പുലർച്ചെ വരെ നീണ്ടുനിന്നു. ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ്. എന്തായാലും ഈ പ്രിൻസിപ്പലിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാതെ നിവർത്തിയില്ല. അദ്ദേഹത്തിന് തന്നെ ഒരു വലിയ സല്യൂട്ട് നൽകേണ്ടതുണ്ട്. നന്ദി.